നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അയൽവാസികൾ തമ്മിൽ സൌഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ വാർഡുതല ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാമെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി. ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ആവേശവും മത്സരച്ചൂടും ഉയർന്നു. ജില്ലാ കലോത്സവ വേദിക്ക് ഒന്നിനു പോലും പ്രമുഖ സാഹിത്യകാരൻ ടി പി രാജുവിന്റെ പേര് നൽകാത്തതിൽ മാനാഞ്ചിറ സ്ക്വയറിൽ കലാകാരന്മാരുടെ പ്രതിഷേധം. നടൻ മേഘനാഥിന്റെ നിര്യാണത്തിൽ മലയാള ചലച്ചിത്ര കാണികൾ സംഘടന അനുശോചിച്ചു. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും തമ്മിൽ സൌഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാനും വാർഡുതല ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. കോഴിക്കോട് ജില്ലാതല വനിതാ കമ്മീഷൻ അദാലത്ത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്നു. നഗരപ്രദേശങ്ങളിൽ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ കൂടി വരികയാണെന്ന് അദാലത്തിന് ശേഷം കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പ്രതികരിച്ചു. ഇതിൽ സ്ത്രീകളെ അസഭ്യം പറയുന്നതും മാലിന്യം വലിച്ചെറിയുന്നതും അടക്കമുള്ള പരാതികൾ കമ്മീഷന് മുമ്പാകെ വന്നിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരത്തിനും അയൽവാസികൾ തമ്മിൽ സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാനും വാർഡുതല ജാഗ്രതാ സമിതികൾ നിരന്തരമായ ഇടപെടലുകൾ നടത്തണമെന്നും അവർ പറഞ്ഞു. റെസിഡൻസ് അസോസിയേഷൻ ഇടപെടലും ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും കമ്മീഷൻ അഭിപ്രായപ്പെട്ടു. വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കിക്കൊണ്ട് ഒരു സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം, അയൽക്കാരുമായിട്ടുള്ള സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ വളരെ സജ്ജമായിട്ടുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകളുടെ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അദാലത്തിൽ 18 പരാതികൾ തീർപ്പാക്കി. 2 നിയമസഹായത്തിനായി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിക്ക് കൈമാറി. 7 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടി. 57 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. ആകെ 86 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വനിതാ കമ്മീഷൻ ഡയറക്ടർ ഷാജി സുഗുണൻ, അഭിഭാഷകരായ ലിസി, ജിഷ, അഭിജ, കൗൺസിലർമാരായ സുധിന സനുഷ്, സുനിഷ റിനു, സബിന രൺദീപ്, സി അവിന, കോഴിക്കോട് വനിതാ സെൽ ASI മിനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കുമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ലെന്നും ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി. ബേപ്പൂരിൽ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ബേപ്പൂർ ടൗൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉദ്ഘാടനം ചെയ്തു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അതാത് കാലഘട്ടങ്ങളിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന CPM നിലപാടിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വന്തം പത്രത്തെ ബോധപൂർവം ഒഴിവാക്കി ന്യൂനപക്ഷ മാനേജ്മെന്റ് നടത്തുന്ന 2 പത്രങ്ങളിൽ മാത്രം പരസ്യം നൽകിയതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഈ നിയോജക മണ്ഡലത്തിലെ MLA മന്ത്രിയുടെ ഭാര്യ, അവരുടെ പേരിലല്ലേ ആരോപണം വന്നത്? എന്താ ആരോപണം? കരിമണൽ കർത്തകളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോ ആ ഓഫീസിൽ നിന്ന് മാസാമാസം മുഖ്യമന്ത്രിയുടെ മകളുടെ, ഇവിടുത്തെ MLA ഭാര്യയുടെ പേരിൽ പണം പോകുന്നു. എന്താ അതിന്റെ അർത്ഥം? ഇത് ലീഗ് ഓഫീസർ എഴുതിയതപ്പോ കണ്ടതാ? അല്ലല്ലോ. കർത്തയുടെ ഓഫീസ് എഴുതിയതപ്പോ കണ്ടതല്ലേ? അവിടത്തേക്ക് അഴിമതിയിലേക്ക് ആദ്യം പേര് ചേർക്കപ്പെട്ടു. ശിവശങ്കരന്റെ
കൂടെ വിദേശ യാത്ര നടത്തിയത് അഴിമതിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞു. അതിനെതിരെ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. പരിപാടിയിൽ ടൗൺ ലീഗ് പ്രസിഡന്റ് KP ഫൈസൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PV മുഹമ്മദ് അഷറഫ്, ജില്ലാ ലീഗ് സെക്രട്ടറി M കുഞ്ഞാമുട്ടി, യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് സാജിദ് നടുവണ്ണൂർ, MSF സ്റ്റേറ്റ് പ്രസിഡന്റ് PK നവാസ്, മണ്ഡലം ലീഗ് ട്രഷറർ PK ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി VPA ജബ്ബാർ മാസ്റ്റർ, TP സലീം, M മുഹമ്മദ് കോയ ഹാജി, C നൌഫൽ, PA ഹനീഫ, ഷഫീഖ് കരക്കിണർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ആവേശവും മത്സരച്ചൂടും ഉയർന്നു. ആതിഥേയരായ കോഴിക്കോട് സിറ്റി ഉപജില്ല മുന്നേറ്റം തുടങ്ങി. കൊടുവള്ളി ഉപജില്ല തൊട്ടുപുറകിലും പേരാമ്പ്ര ഉപജില്ല 3ാം സ്ഥാനത്തുമുണ്ട്. സ്കൂളുകളിൽ സിൽവർ ഹിൽസ് HSS 89 പോയിന്റുമായി 1ാം സ്ഥാനത്തും മേമുണ്ട HSS 80 പോയിന്റുമായി 2ാം സ്ഥാനത്തുമാണ്. കോക്കല്ലൂർ ഗവൺമെന്റ് HSS 73 പോയിന്റുമായി 3ാം സ്ഥാനത്തുണ്ട്. HSS ജനറൽ വിഭാഗത്തിൽ കോഴിക്കോട് സിറ്റി ഉപജില്ല 84 പോയിന്റുമായി ലീഡ് ചെയ്യുന്നു. തൊട്ടുപിന്നിൽ കൊടുവള്ളി 82 പോയിന്റുമായുണ്ട്. മുക്കം 80 പോയിന്റുമായി 3ാം സ്ഥാനത്തുമുണ്ട്. HS ജനറൽ വിഭാഗത്തിൽ കോഴിക്കോട് സിറ്റി ഉപജില്ല 106 പോയിന്റുമായാണ് മുന്നിലെത്തിയത്. കൊടുവള്ളി 96 പോയിന്റും പേരാമ്പ്ര 88 പോയിന്റും നേടി തൊട്ടുപുറകിലുണ്ട്. UP ജനറൽ വിഭാഗത്തിൽ 56 പോയിന്റുമായി കുന്നമംഗലം, മേലടി ഉപജില്ലകളാണ് മുന്നിൽ. 54 പോയിന്റുമായി മുക്കം തൊട്ടുപിന്നിലുണ്ട്. HS സംസ്കൃതോത്സവത്തിൽ കോഴിക്കോട് സിറ്റി, വടകര, കൊടുവള്ളി, ബാലുശ്ശേരി ഉപജില്ലകൾ 35 പോയിന്റുകൾ വീതം നേടി മുന്നിലുണ്ട്. UP സംസ്കൃതോത്സവത്തിൽ ഫറൂഖ്, സിറ്റി, വടകര, പേരാമ്പ്ര ഉപജില്ലകൾ 50 പോയിന്റുമായി മുന്നിലാണ്. UP അറബിക്കിൽ വടകര, പേരാമ്പ്ര, നാദാപുരം, മേലടി, ചോമ്പാല, ഫറൂഖ്, കോഴിക്കോട് റൂറൽ ഉപജില്ലകൾ 45 പോയിന്റ് വീതം നേടി. HS അറബിക്കിൽ ഫറൂഖ്, കൊടുവള്ളി, നാദാപുരം, കുന്നുമ്മൽ, മുക്കം, കൊയിലാണ്ടി ഉപജില്ലകൾ 50 പോയിന്റ് വീതം നേടി ലീഡ് ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ കലോത്സവ നഗരിയിൽ സ്വാദൂറും ഭക്ഷണമൊരുക്കി ഭക്ഷണ കമ്മിറ്റി ശ്രദ്ധ നേടുന്നു. ഒരാൾക്ക് പോലും ഒരു പരാതിക്കും ഇടവരുത്താതെയാണ് ഭക്ഷണ വിതരണം. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ച് മനം നിറഞ്ഞാണ് ഓരോരുത്തരും മടങ്ങുന്നത്. ഗവൺമെന്റ് മോഡൽ HSSൽ സജ്ജീകരിച്ച വലിയ ഭക്ഷണ പന്തലിൽ എത്തുന്നവർക്ക് നിരാശപ്പെടാൻ ഒന്നുമില്ല. കാരണം അത്ര വിപുലമായ സജ്ജീകരണങ്ങളാണ് ഭക്ഷണ വിതരണത്തിനായി ഒരുക്കിയിട്ടുള്ളത്. 7 കൗണ്ടറുകളിൽ നിന്നും ഭക്ഷണം വാങ്ങി അതാത് കൗണ്ടറിൽ ഇരുന്ന് കഴിക്കാം. ചോറ്, സാമ്പാർ, അവിയൽ, കൂട്ടുകറി, അച്ചാർ, ഉപ്പേരി തുടങ്ങിയ വിഭവങ്ങൾക്കൊപ്പം പായസവും ഉച്ചഭക്ഷണത്തിനുണ്ട്. രാവിലെ പ്രാതലും രാത്രി അത്താഴവും ഭക്ഷണശാലയിൽ നിന്നും നൽകുന്നുണ്ട്. ഭക്ഷണ കമ്മിറ്റി കൺവീനർ TT ബിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണ വിതരണത്തിന്റെ ചുമതല. ഏതായാലും ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇന്ന് ഏതാണ്ട് ഒരു 10,000-ൽ പരം കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നുണ്ട്. എല്ലാ ദിവസങ്ങളും 5 ദിവസവും നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. രാവിലെ പ്രഭാത ഭക്ഷണം ഇന്ന് 750 പേർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഉച്ചഭക്ഷണം, അതിനുശേഷം വൈകിട്ട് ചായ, ഒരു സ്നാക്സും, രാത്രിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. കാരണം പല കുട്ടികളും ഇപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ട് പരിപാടി അവർക്ക് ലേറ്റ് ആവും. അപ്പോൾ അവർക്ക് വൈകുന്നേരം 4 മണിക്കാണ് അവർ ഭക്ഷണം കഴിക്കാൻ വരുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. കാരണം രാവിലെ അടുക്കള ആരംഭിച്ചു കഴിഞ്ഞാൽ അത് രാത്രി വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെല്ലുവിളികൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പച്ചക്കറിയുടെ വില തന്നെയാണ്. ഭക്ഷണത്തിനായി എത്തുന്ന ആളുകളെ ക്രമീകരിച്ച് കയറ്റിവിടാനും ഭക്ഷണം വിളമ്പാനും പാത്രങ്ങൾ വൃത്തിയാക്കാനും എല്ലാറ്റിനും അധ്യാപകരോടൊപ്പം SPC, സ്കൗട്ട്, ഗൈഡ്സ്, NCC കേഡറ്റുകളും സജീവമായുണ്ട്. ഭക്ഷണ കൗണ്ടറുകളിലെ അപ്പോഴുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകാൻ മൈക്ക് അനൗൺസ്മെന്റുമുണ്ട്. ഭക്ഷണശാലയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് എത്രയും പെട്ടെന്ന് ഈ ഭക്ഷണം കഴിക്കാനുള്ളവർക്ക് വഴിമാറി കൊടുക്കുക.
പതിവ് പോലെ തന്നെ കോഴിക്കോടൻ ഭക്ഷണപ്പെരുമയ്ക്ക് ഒട്ടും കോട്ടം തട്ടാതെയാണ് സാഹിത്യ നഗരിയിലെ ആദ്യ കലോത്സവത്തിലെ ഭക്ഷണ പന്തലും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജില്ലാ കലോത്സവ വേദിയിൽ ഒന്നിനു പോലും സാഹിത്യകാരൻ TP രാജീവിന്റെ പേര് നൽകാത്തതിൽ മാനാഞ്ചിറ സ്ക്വയറിന് സമീപം കലാകാരന്മാരുടെ പ്രതിഷേധം. TP രാജീവിന്റെ രചനകളെ ആസ്പദമാക്കിയുള്ള ചിത്രപ്രദർശനവും ഒരുക്കി. പ്രമുഖ സാഹിത്യകാരനായിരുന്ന TP രാജീവന്റെ 2ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി TP രാജീവൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ രചനകളെ വിഷയമാക്കി പ്രമുഖ ചിത്രകാരൻ ശ്രീനി പാലേരിയുടെ ചിത്രപ്രദർശനം മാനാഞ്ചിറ സ്ക്വയറിൽ നടന്നു. കേരള നാടക പ്രവർത്തക സംഘം പ്രസിഡന്റ് വത്സൻ എടക്കോടൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട്ട് വെച്ച് നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ 20 വേദികളിൽ ഒന്നിനു പോലും TP രാജീവന്റെ പേര് നൽകാതിരുന്നത് പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ജോസഫ് പൂതക്കുഴി മുഖ്യ പ്രഭാഷണം നടത്തി. KG രാമനാരായണൻ അധ്യക്ഷത വഹിച്ചു. ഈ 20 വേദികൾ കോഴിക്കോട് നടക്കുന്ന ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ ഉണ്ടെങ്കിലും മൺമറിഞ്ഞുപോയ സാഹിത്യകാരന്മാരെ അനുസ്മരിപ്പിക്കുന്ന ഒരു വേദിയിലെങ്കിലും നമ്മുടെ പ്രിയങ്കരനായ രാജീവന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന ഖേദകരമായ വസ്തുത ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിഷേധമാണത്. NP വിജയൻ, സുരേന്ദ്രൻ മുന്നൂറ്റൻകണ്ടി, മഹിമ രവി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടൻ മേഘനാഥിന്റെ നിര്യാണത്തിൽ മലയാള ചലച്ചിത്ര കാണികൾ സംഘടന അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം നികത്താനാവാത്ത വിടവാണെന്ന് മക്കൾ പ്രസിഡന്റ് CE ചാക്കുണ്ണിയും സെക്രട്ടറി A ശിവശങ്കരനും അഭിപ്രായപ്പെട്ടു. സിനിമ സീരിയൽ താരം മേഘനാഥന്റെ നിര്യാണത്തിൽ മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ അനുശോചനം രേഖപ്പെടുത്തി. പ്രശസ്ത നടൻ ബാലൻ K നായരുടെ മകനാണെങ്കിലും പ്രതിനായക വേഷങ്ങളിലൂടെ സിനിമ സീരിയൽ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു മേഘനാഥൻ എന്ന് മലയാള ചലച്ചിത്ര കാണികൾ സംസ്ഥാന പ്രസിഡന്റ് ഷവലിയാർ CE ചാക്കുണ്ണി, സെക്രട്ടറി A ശിവശങ്കരൻ എന്നിവർ അനുസ്മരിച്ചു. 1983 PN മേനോൻ സംവിധാനം ചെയ്ത അസ്ത്രം എന്ന സിനിമയിലൂടെ രംഗപ്രവേശനം ചെയ്ത് 60ഓളം സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ വിയോഗം മലയാള സിനിമാ മേഖലയ്ക്കും കലാപ്രേമികൾക്കും തീരാ നഷ്ടമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. KSEB പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്ന് KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSEB പെൻഷൻകാർ വൈദ്യുതി ഭവൻ അങ്കണത്തിൽ ജാഗ്രതാ സദസ്സ് നടത്തി. KSEB പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഉടൻ നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, പെൻഷൻകാർക്ക് ആരോഗ്യ ഗ്രൂപ്പ് ഇൻഷുറൻസും വെൽഫെയർ ഫണ്ടും ഏർപ്പെടുത്തുക, കരാർ കാലാവധി കഴിയുന്ന മണിയാർ കായംകുളം വൈദ്യുത പദ്ധതികൾ KSEB ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോഴിക്കോട് വൈദ്യുതി ഭവൻ അങ്കണത്തിൽ ജില്ലാതല ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. KSEB പെൻഷനേഴ്സ് കൂട്ടായ്മ സാങ്കേതിക സമിതി കൺവീനർ M മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു. ഹൈക്കോടതി വിധിയെ തുടർന്ന് മാസ്റ്റർ ട്രസ്റ്റിൽ ത്രികക്ഷി കരാർ പ്രകാരം നിക്ഷേപിക്കേണ്ട പെൻഷൻ ഫണ്ട് KSEB ലിമിറ്റഡ് വകമാറ്റിയത് പലിശ സഹിതം തിരിച്ചടയ്ക്കാനുള്ള സെപ്റ്റംബർ 6 സർക്കാർ ഉത്തരവ് നടപ്പിലാക്കി. പെൻഷൻ സുരക്ഷ ഉറപ്പാക്കുന്നില്ലെങ്കിൽ ശക്തമായ നിയമ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് M ഡേവിഡ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലീഗൽ സമിതി കൺവീനർ VP രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K വിജയൻ, ഉത്തരമേഖലാ സെക്രട്ടറി PV ദിനേശ് ചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി P അബ്ദുൾ സമദ്, ജില്ലാ പ്രസിഡന്റ് PI അജയൻ,
സെക്രട്ടറി പി ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ കോഴിക്കോട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LIC ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. പ്രതിഷേധ പരിപാടി MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. LIC ഏജന്റുമാരുടെ വെട്ടിക്കുറച്ച കമ്മീഷൻ പുനഃസ്ഥാപിക്കുക, LICയിൽ ചേരുന്നതിനുള്ള പ്രായം 55-ൽ നിന്നും 50-ആക്കി കുറച്ച നടപടി പിൻവലിക്കുക, പോളിസി പ്രീമിയത്തിന്മേൽ ചുമത്തിയ GST പിൻവലിക്കുക, മിനിമം സം അഷ്വർഡ് 1 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷമാക്കിയ നടപടി പിൻവലിക്കുക, LIC ഏജന്റുമാരുടെ ഗ്രാറ്റുവിറ്റി വർദ്ധിപ്പിക്കുക, ESI, PF എന്നിവ അനുവദിക്കുക, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ ഏജന്റുമാർക്കും 10,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുക, പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന 100% FDI ബിൽ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുന്നയിച്ചാണ് ധർണ നടത്തിയത്. സമരം കോഴിക്കോട് MP MK രാഘവൻ ഉദ്ഘാടനം ചെയ്തു. LICയുടെ വളർച്ചയുടെ അടിസ്ഥാനമാരാണ്, LIC ഉയർച്ചയുടെ അടിസ്ഥാനമാരാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് LIC നൽകുന്ന സംഭാവനകൾ എന്താണ്? ഇതെല്ലാം വളരെ കൃത്യമായി വിലയിരുത്താനെങ്കിലും മാനേജ്മെന്റ് തയ്യാറാകണം എന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. അതുകൊണ്ട് LIC ഏജന്റുമാരെ ആട്ടി ഓടിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ LIC ഏജന്റുമാരെ അവർക്ക് ആവശ്യമായ പരിഗണന പോലും നൽകാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ LIC എവിടെ എത്തും എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഡിവിഷൻ പ്രസിഡന്റ് CO രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ SK അബൂബക്കർ, K രാജീവ്, EC സതീശൻ, PS അനീഷ്, PP കൃഷ്ണൻ, P വേണുഗോപാൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തൃശൂരിലെ CPM BJP ഡീൽ ആവർത്തിക്കാതിരിക്കാനാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI UDFനെ പിന്തുണച്ചതെന്ന് SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPM BJP ഡീൽ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിലെ മുദ്രാവാക്യമെന്നും SDPI സംസ്ഥാന വൈസ് പ്രസിഡന്റ് P അബ്ദുൽ ഹമീദ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചർച്ചയുമില്ലാതെയല്ല UDFനെ പിന്തുണച്ചതെന്നും പറയേണ്ട സമയത്ത് പറയേണ്ടത് പറയുമെന്നും സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ UDFലെ ഒരു കക്ഷിയുമായും ചർച്ച നടത്തിയിട്ടില്ല. CPM ഓരോ സമയത്തും ഓരോ സംഘടനകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ പാണക്കാട് തങ്ങളെയാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്നും BJP SDPയുടെ രാഷ്ട്രീയ ശത്രുവാണെന്നും നേതാക്കൾ പറഞ്ഞു. മറ്റു പാർട്ടികൾ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളുമാണ്. അതാണ് SDPയുടെ രാഷ്ട്രീയ നിലപാടെന്നും CPI ലത്തീഫ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടർ OS രാജേന്ദ്രന്റെ കഥാസമാഹാരം കിത്താബ് പ്രകാശനം ചെയ്തു. എഴുത്തുകാരി ഹണി ഭാസ്കറിൽ നിന്നും കഥാകാരി ഗീതാ മോഹൻ ഏറ്റുവാങ്ങി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലായിരുന്നു ചടങ്ങ്. ENT വിദഗ്ധൻ ഡോക്ടർ OS രാജേന്ദ്രന്റെ 5ാമത് പുസ്തകമായ കഥാസമാഹാരം കിത്താബ് എഴുത്തുകാരി ഹണി ഭാസ്കർ സാംസ്കാരിക പ്രവർത്തകയും കഥാകാരിയുമായ ഗീതാ മോഹന് നൽകി പ്രകാശനം ചെയ്തു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നടന്ന ചടങ്ങിൽ ജയ്ഹിന്ദ് TV എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമ്മാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. തമിഴ് സാഹിത്യകാരിയും പ്രഭാഷകയുമായ ജസീല ബാനു അധ്യക്ഷത വഹിച്ചു. കഥാകൃത്തും പ്രസാധകനുമായ സുദീപ് തെക്കേപ്പാട്ട് പുസ്തകം പരിചയപ്പെടുത്തി. ഇൻകാസ് ഷാർജ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഖാലിദ് തോയക്കാവ്, ബിന്ദു ആമാട്ട്, ഡോക്ടർ OS രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
41ാമത് ആഘോഷപരവ് ഉത്സവമാക്കി മേലേച്ചിറ പ്രദേശവാസികൾ. 4 പതിറ്റാണ്ടായി മേലേച്ചിറ പ്രദേശത്തെ നാട്ടുകാരുടെ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായ ഒരുമയാണ് ആഘോഷപരവിന്റെ വിജയം. ഇത്തവണ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കലും മൺമറഞ്ഞവരെ സ്മരിച്ചുകൊണ്ടുമായിരുന്നു ആഘോഷപരവിന്റെ തുടക്കം. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പെരുമയുമുണ്ട് പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ നടക്കുന്ന ക്ഷേത്രോത്സവം നാടിന്റെ തന്നെ ആഘോഷമാണ്. മേലേച്ചിറ ആഘോഷവരവും ഏറെ പ്രശസ്തം. 40 വർഷം പൂർത്തിയാക്കിയ ആഘോഷവരവ് മുൻപത്തേക്കാളും കേമമായാണ് ഇത്തവണ സംഘടിപ്പിച്ചത്. 4 പതിറ്റാണ്ടായി മേലേച്ചിറ ആഘോഷവരവിന് നേതൃത്വം നൽകിയ മുതിർന്ന ആളുകളെയും കലാകാരന്മാരെയും ആദരിച്ചു. ആഘോഷവരവിന് തുടക്കമിട്ട മരണമടഞ്ഞവരെ കമ്മിറ്റി അനുസ്മരിച്ചു. യോഗത്തിൽ സുരേഷ് പത്മനാഭൻ അധ്യക്ഷനായിരുന്നു. AM അനിൽകുമാർ, പ്രദീപ് കുമാർ കൊട്ടാരപ്പാട്ട്, ജയപ്രകാശ് പുതിയ പറമ്പത്ത്, സുനിൽകുമാർ കളത്തുമാരത്ത്, പ്രമോദ് വാഴോട്ട്, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ദേവകി ശ്രീധരൻ, മച്ചിങ്ങൽ സുകുമാരൻ, മുതുവനച്ചാലിൽ മുരളീധരൻ, മലയിൽ ഉണ്ണികൃഷ്ണൻ, താഴത്തയിൽ മാധവൻ, മുരളീധരൻ AP, കലാകാരനായ മണി ബേപ്പൂർ തുടങ്ങിയവർ ആദരമേറ്റുവാങ്ങി. പാറപ്പുറം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള ആഘോഷവരവ് സന്ധ്യയോടെ ആരംഭിച്ചു. ചെണ്ടവാദ്യം, നൃത്തം എന്നിവ അകമ്പടിയായി. സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി ഭക്തർ താലപ്പൊലിയിൽ പങ്കെടുത്തു. നവംബർ 16-ന് കൊടിയേറിയ ഉത്സവം വിവിധ താന്ത്രിക ദൈവിക ചടങ്ങുകൾ പൂർത്തിയാക്കി നവംബർ 21-ന് ആറാട്ടോടെ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇനി സിനിമാ ജാലകം. The new standard for on-demand international quality films in digital high definition. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ നഗരമാണ് കോഴിക്കോട്. കഥാകൃത്തുക്കൾ, സംവിധായകർ, ഗാനരചയിതാക്കൾ, സംഗീത സംവിധായകർ, അഭിനേതാക്കൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കോഴിക്കോട്ടുകാർ നിരവധിയാണ്. മൺമറഞ്ഞുപോയ അവരിൽ ഒരാളെക്കുറിച്ചാണ് സിനിമാ ജാലകത്തിൽ ഇനി. കാച്ചനം തൊടുക പുതിയ പുരയിൽ ഉമ്മർ എന്ന KP ഉമ്മർ 1930 ഒക്ടോബർ 11-ന് കോഴിക്കോട് കുറ്റിച്ചിറയിൽ ജനിച്ചു. തന്റേതായ ശൈലിയിൽ മികവുറ്റ ഒട്ടേറെ അനശ്വര കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ KP ഉമ്മർ നെഗറ്റീവ് റോളുകളിലാണ് ഏറെ തിളങ്ങിയത്. മലയാളി മനസ്സിനെ കീഴടക്കിയ ഈ സുന്ദരവില്ലൻ നാടകരംഗത്ത് തന്റെ പാദമുദ്ര പതിപ്പിച്ചതിനു ശേഷമാണ് സിനിമാ രംഗത്തേക്ക് കടന്നുവരുന്നത്. സത്യൻ, പ്രേംനസീർ, ജയൻ തുടങ്ങി മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ പ്രഗത്ഭന്മാരോടൊത്ത് അഭിനയിച്ചു. 2001 ഒക്ടോബർ 29-ൽ തന്റെ 71ാമത്തെ വയസ്സിൽ ചെന്നൈയിൽ അന്തരിക്കുന്നതുവരെ വൈവിധ്യങ്ങളായ വേഷങ്ങൾ അവതരിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ സ്ഥാനമുറപ്പിച്ചു. വളരെയേറെ സുപരിചിതമായ ഡയലോഗുണ്ട്. മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ അവരെ വേദികളിൽ ഉമ്മർ സാറിനെ അനുകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡയലോഗ് അവർ പറയാറുണ്ട്. ശോഭെ, ഞാനൊരു വികാര ജീവിയാണ് മകൾ. 1983-ൽ പുറത്തിറങ്ങിയ ബാലചന്ദ്ര മേനോന്റെ കാര്യം നിസ്സാരം എന്ന ചിത്രത്തിലെ അവറാച്ചൻ എന്ന കഥാപാത്രം, 1988-ൽ പുറത്തിറങ്ങിയ ഓർക്കാപ്പുറത്ത് എന്ന കമൽ ചിത്രത്തിലെ ചാച്ച, 1994-ൽ പുറത്തിറങ്ങിയ പ്രിയദർശന്റെ മിന്നാരത്തിലെ ചാക്കോച്ചൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ KP ഉമ്മർ അവിസ്മരണീയമാക്കി. രാരിച്ചൻ എന്ന പൗരനിലൂടെ സിനിമയിലെത്തിയ KP ഉമ്മറിന്റെ അവസാന ചിത്രം 1998-ൽ പുറത്തിറങ്ങിയ കല്ലുകൊണ്ടൊരു പെണ്ണാണ്. സഹനടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകളും അംഗീകാരങ്ങളും KP ഉമ്മറിന് ലഭിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയൽവാസികൾ തമ്മിൽ സൌഹൃദാന്തരീക്ഷം സൃഷ്ടിക്കാൻ വാർഡുതല ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്ന കാലത്തോളം സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാമെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ആവേശവും മത്സരച്ചൂടും ഉയർന്നു. ജില്ലാ കലോത്സവ വേദിക്ക് ഒന്നിനു പോലും പ്രമുഖ സാഹിത്യകാരൻ TP രാജുവിന്റെ പേര് നൽകാത്തതിൽ മാനാഞ്ചിറ സ്ക്വയറിൽ കലാകാരന്മാരുടെ പ്രതിഷേധം. നടൻ മേഘനാഥിന്റെ നിര്യാണത്തിൽ മലയാള ചലച്ചിത്ര കാണികൾ സംഘടന അനുശോചിച്ചു.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.